ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ബിന്ദുമ്മയുടെ കുറച്ച് ചെടികളൊക്കെ ഉൾപ്പെടുത്തുന്നത് ചെറിയ ഗാർഡനാണ് വീട്ടിലുണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ പൂക്കളൊക്കെ കണ്ടുവരാം. ആദ്യം തന്നെ നമ്മളൊരു കരിമ്പാണ്. അത്യാവശ്യം കുറച്ചൊക്കെ വലുതായിട്ടുണ്ട്, ബട്ട് കഴിക്കാൻ പാകത്തിനൊന്നും ആയിട്ടില്ല. ഇത് ചുമ്മാ കുത്തി വെച്ചപ്പോൾ വളർന്നതാണ്. പിന്നെ കാന്താരി മുളകാണ്. ഇത് കഴിച്ച നല്ല എരിവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിറയുണ്ട്. ഒരു മുട്ട ഞാൻ അറിയാതെ വലിച്ചതാണ് കടിങ്ങൾ. ഓക്കെ, ഇതാണ് നമ്മുടെ റെഡും ബ്രൗണും കലർന്ന ഒരു റോസ് പൂവാണ്. ഇതാ ഞങ്ങൾ രാവിലെ കൊഴിച്ച് കളഞ്ഞതാണ്. ഇതാണ് അതിൻ്റെ കളർ എന്ന് പറയുന്നത്. ഒരു റെഡും ബ്രൗണും കലർന്നതാണ്. പിന്നെ നമ്മൾക്ക് ഒരു ചെമ്പരത്തി, ഇതൊരു യെല്ലോ കളർ ചെമ്പരത്തിയാണ്. പക്ഷേ ഇതിപ്പോൾ വല്ല അടച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ഈ ചെമ്പരത്തിയും ഇത് ഒന്ന് തന്നെയാണ്, യെല്ലോ കളർ തന്നെയാണ്. പിന്നെ ഇത് ഇവിടെ ഒരു മുട്ടുണ്ട്. ഇതൊരു മഞ്ഞ റോസാണ്. ഇതൊരു മഞ്ഞ കളർ റോസാണ്. ഇവിടെ അതിൻ്റെ പൂവുണ്ട്, നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതാണ് അഞ്ചുതൽ ചെണ്ടുമല്ലി എന്ന് പറയുന്നത്. പൂത്ത നല്ല ഭംഗിയാണ്, നിറയെ പൂക്കും. ഇപ്പോൾ കുറച്ചേ പൂത്തിട്ടുള്ളൂ. ഇതവിടെ കുറച്ച് മുട്ടൊക്കെ വരുന്നുണ്ട്. ഇത് പൂത്ത ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇതാണ് ഒരു മരുന്ന് ചെടിയാണ് ഇത് വന്നിട്ട്. പിന്നെ ഇത് കറ്റാർവാഴയാണ്, നമുക്ക് തലയിലൊക്കെ തേച്ചാൽ നല്ലതാണ്, ഫേസിലൊക്കെ തേക്കാം. പിന്നെ ഇത് സാധാരണ ചെണ്ടുമല്ലിയുണ്ട്, അഞ്ചുതൽ ചെണ്ടുമല്ലിയുണ്ട്. പിന്നെ നമ്മുടെ തുളസി, നമ്മൾ പൂജയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്താണ് തുളസിയാണ്, ഇത് കരിന്തുളസിയാണ് തോന്നുന്നു. അതെ, കരിന്തുളസിയാണ്. പിന്നെ ഇതും അഞ്ചുതൽ ചെണ്ടുമല്ലി, നോർമൽ ചെണ്ടുമല്ലി. ഇതാണ് ഗൈസ് നമ്മളിവിടെ ഈ നിറയെ നിൽക്കുന്ന ചെണ്ടുമല്ലി. അതാണ് ഇത് വന്നിട്ട് മഞ്ഞ കളർ ചെണ്ടുമല്ലി. പിന്നെ വന്നിട്ട് ഇത് എന്താണ്, ഇതും ചെണ്ടുമല്ലി തന്നെയാണ്. ഇതാണ് കരിന്തുളസി എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് ഇതാണ് ചെണ്ടുമല്ലി എന്ന് പറയുന്നത്. ഈ മഞ്ഞ ഓറഞ്ച് ആ ഒരു കളറുള്ള ഒരു ചെണ്ടുമല്ലി. പിന്നെ ഇതാണ് ജമന്തിപ്പൂ എന്ന് പറയുന്നത്. ഇത് നല്ല മണവും നല്ല പൂവൊക്കെയാണ്, നല്ല രസം ഉണ്ടാവും കാണാൻ. ഈ ഒരു ചെടി വന്നിട്ട് വാടിപ്പോയി. ഇതും എന്താണ് ഈ ചെടി തന്നെയാണ്, ബട്ട് വാടിപ്പോയി. കോഴിയൊക്കെ ചെനക്കിട്ട് വാടിപ്പോയി. ഇതൊന്നുണ്ട്. പിന്നെ നമ്മൾക്ക് സപ്പോർട്ട്, എനിക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് എന്തായാലും കമ്പനി. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്മുടെ സപ്പോർട്ട് ചെടി ഇവിടെ വളരുന്നുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തോട്ട് പോകാം. യെസ്, ഇതാണ് നമ്മുടെ മണി പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടേ ഉള്ളൂ, അപ്പോൾ കുറച്ച് വളർന്നിട്ടേ ഉള്ളൂ. പിന്നെ ഇതാ കുറച്ച് വാടിയിട്ടുണ്ട്. പിന്നെ ഇവിടെയുണ്ട്. പിന്നെ ഇതാ ഇത് 10 മണി ചെടിയാണ്. അതായത് 10 മണിക്ക് പൂക്കും. പല കളറും ഉണ്ട്. അതെ, പല കളർ. ഇതാണ് 10 മണി ചെടി എന്ന് പറയുന്നത്. അതായത് 10 മണിക്ക് പൂക്കും ഈ ചെടി വന്നിട്ട്. ഇത് പല കളറുകളിലുണ്ട്. വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെ കുറേ കളറുകളുണ്ട്. ഇതും തന്നെയാണ്. പിന്നെ തെച്ചിയാണ് ഗൈസ്. ഇത് പൂജയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് തെച്ചിപ്പൂ എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ തെച്ചിൻ്റെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇതാണ് ഗൈസ് വാടാമല്ലിപ്പൂവ്. ഇവിടെ വാടാമല്ലി കുറച്ച് അധികം ഉണ്ട്. ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് വെച്ചപ്പോൾ അതെല്ലാം ഇവിടെയും സ്പ്രെഡായി. പക്ഷേ അതുകൊണ്ടും നല്ല ഭംഗിയുണ്ട്. കാരണം ഇവിടെ മാത്രം പൂക്കുന്ന അത്ര ഭംഗി ഉണ്ടായില്ല. ഇവിടെ ഫുൾ ഇങ്ങനെ പൂക്കും ഗൈസ്, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. പിന്നെ ഇത് വൈറ്റ് കളർ, അതായത് വൈറ്റും ചെറുതായിട്ട് പിങ്കും കൂടി കലർന്നിട്ടുള്ള ഒരു റോസ് പൂവാണ്. ഇതിൻ്റെ ഇലകളൊക്കെ നിങ്ങൾ നോക്കുന്നത് പിന്തലിയാണ്, എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ ഉള്ളത്. പിന്നെ ഇത് തന്നെയാണ്. പിന്നെ ഇതൊരു ഓറഞ്ചും ഒരു വൈറ്റും കൂടിയൊക്കെ കലർന്ന് ഒരു നല്ലൊരു കളറുള്ള ഒരു പൂവാണ്. ഇത് വാടി പോവാണ്. ഇതിൻ്റെ അതായത് കുറച്ചും കൂടി വാടാനായി ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല ഭംഗിയാണ് ഇത് പൂക്കുന്നതാണ്. പിന്നെ ഈ വൈറ്റിൻ്റെ ഇവിടെ ഒരു മൊട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ വന്നിട്ടുള്ളത് മുല്ലപ്പൂവാണ്. മുല്ലപ്പൂ എന്താണ് പൂത്തിട്ടില്ല, ഇപ്പോൾ ഒന്നും പോലും പൂത്തിട്ടില്ല. പിന്നെ നന്നായി അടിപൊളിയായിട്ട് ഇത് വരും, കൊണ്ടയായിട്ടൊക്കെ വരും. ഇവിടെ ഒരു പൂവുണ്ട്. ഇത് നമ്മുടെ ഇത് തന്നെയാണ് കേട്ടോ. ഈ പൂ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ചെടിയിൽ നിന്ന് ഈ ചെടി വന്നതാണ്. പിന്നെ ഇവിടെ ഒരു കൊമ്പ് ഇങ്ങനെ പോയതാണ്. ഇതാണ് മെല്ലെ പൂക്കുന്ന ഒരു രീതിയാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് ഈ ചെടി തന്നെയാണ്. ഇത് നമ്മുടെ മുല്ലപ്പൂ തന്നെയാണ്. ഇതിനകത്തുള്ളത് 10 മണി ചെടി തന്നെയാണ്. പിന്നെ ഇത് നമ്മുടെ ചെമ്പരത്തി. ഇവിടെ നിന്ന് നമുക്കൊരു മുന്തിരിവള്ളി വന്നിട്ടുണ്ട്, അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഇതാണ് ചെമ്പരത്തി. ഇതിൽ ഒരു അതായത് റെഡ് കളർ ചെമ്പരത്തിയാണ്. അത് നല്ല ബൊക്കെയായിട്ടാണ് വരിക. നോർമൽ ചെമ്പരത്തിനെ കാട്ടിയും നിറയെ ഇതളുകളൊക്കെ ഉണ്ട്. ഇതാണ് കുരുവില്ലാത്തൊരു മുന്തിരി എന്ന് പറയുന്നത്. ഇവിടെ കുറേ മുന്തിരികളുണ്ട്. അതിൽ കുരുവില്ലാത്തത് വന്നിട്ട് ഈ ഒരു ചെടിയാണ്. ചെറിയതാണ്, ഇനി വളരും. ഇതാണ് കുവക്കഴങ്ങ് എന്ന് പറയുന്നത്. ഹെൽത്തിനൊക്കെ നല്ലതാണ്. ഇത് വേവിച്ചൊക്കെ കഴിക്കാൻ നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ലൊരു ഇതാണ്, ഭക്ഷണമാണ്. പിന്നെ ഇതാണ് നമ്മുടെ നെല്ലിക്ക. അതായത് ചെറിയ നെല്ലിക്കല്ല, നല്ല വലിയ നെല്ലിക്കാണ്. ഭയങ്കര കഴിച്ചപ്പോൾ ഉപ്പിലൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. പിന്നെ വന്നിട്ട് ഇതാണ് മുന്തിരിങ്ങ. ഇവിടെ നിന്ന് മുന്തിരി നന്നായി വലുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ കയറിയിട്ട് ഇവിടെ നിന്ന് പടർന്നിരിക്കുകയാണ്. ഇത് ഞങ്ങൾ പന്തൽ വെച്ച് വിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതാണ് മുന്തിരി വള്ളി. പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഒരു റോസാണ്. ഇത് യെല്ലോ കളർ റോസാണ്. നല്ല നൈസായിട്ടാണ് ഇതിൻ്റെ ഇലയുള്ളത്. ഇതിപ്പോൾ പൂത്തിട്ടില്ല. പിന്നെ ഗൈസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഇത് നമ്മുടെ കളർ ചെമ്പരത്തിയാണ്. കളർ വരെ ഒരുപാട് കളറൊന്നും വരില്ല. ബിന്ദുമ്മയാണ് പറഞ്ഞു തന്നത് കളർ ചെമ്പരത്തിയാണ് ഇത് എന്ന്. പിന്നെ ഇത് ഒരു അടിപൊളി ചെടിയാണ്. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണുള്ളത്. നിങ്ങൾക്ക് കാണാം. ഇത് വന്നിട്ട് ഒരു പിങ്ക് കളർ റോസ് പൂവാണ്. ഇത് ഫുള്ളും പിങ്ക് കളറാണ്. പിന്നെ ഇവിടെ എന്താണ് ചെടി വരുന്നുണ്ട്. ഇതൊരു പൂച്ചെടിയാണ്, ബട്ട് എനിക്ക് അതിൻ്റെ പേര് അറിയത്തില്ല. ഇത് പിന്നെ 10 മണി ചെടിയാണ്. പിന്നെ ഇത് ഒരു യെല്ലോ കളറാണ്. ഇതൊരു റെഡും യെല്ലോയും കൂടി ഉള്ളൊരു റോസ് ചെടിയാണ്. ഇതാണ് ചെറി എന്ന് പറയുന്നത്. ഇവിടെ നിറയെ ചെറിയുടെ ചെടികൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മുള്ളു ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഇത് വെട്ടിക്കളയാണ്. പിന്നെ അത് ചെറിയൊരു ചെടി വന്നപ്പോൾ അത് ഒരു ചട്ടിയിലോട്ട് മാറ്റി വെച്ചു. ഇതൊരു അലങ്കാര ചെടിയാണ്. ഇതിൽ 2 വേർഷൻ ഉണ്ട്. ഒരെണ്ണം വന്നിട്ട് ഇതാണ്, ഇതൊരു ഗ്രീൻ കളറാണ്. ഇത് പൂവൊന്നും സത്യം പറഞ്ഞാൽ വരത്തില്ല. ഇത് തന്നെയാണ്. ഇതാണ് രണ്ടാമത്തെ വേർഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഗ്രീനും കൂടി ഉണ്ട്. ഇത് ഞങ്ങൾ രണ്ടെണ്ണം കൂടി ഒരു ചട്ടിയിലേക്ക് വെച്ചതാണ്. ഇതാവുന്ന ഗ്രീൻ. ഇത് ഒരു കളറാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. ഇത് മുട്ടി പോലെ വരും. ഇത് നമ്മൾ എത്രത്തോളം വളർത്തുന്നു അത്രത്തോളം വരും. പിന്നെ ഒരുപാട് ചൂടും അങ്ങനെ കൈ ഇത് വാടാൻ തുടങ്ങും. ഒരു ഭാഗത്ത് നിന്ന് കരിഞ്ഞു തുടങ്ങും. ഇതാണ് മുന്തിരി ചെടി. ഇത് കുരുവുള്ള ഒരു മുന്തിരിയാണ്. ഞങ്ങൾ ഇങ്ങനെ പന്തലിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ പൂവ് വന്നിട്ടുണ്ട്. 2 വരെ കാഴ്ച ഞങ്ങൾ 2 വരെയും കഴിച്ചു. അതിൻ്റെ ചെറിയൊരു പൂവാണ് നിങ്ങൾ കാണുന്നത്. തൊട്ടാ കൊഴിയും, അതുകൊണ്ട് ഞാൻ തൊടുന്നില്ല.
ഗൈസ് ഇത് വന്നിട്ട് ചെറുതായിട്ട് വന്നൊരു മുന്തിരിൻ്റെ കൊലയാണ്. ഇവിടെ കുറച്ച് വലിയ മുന്തിരിങ്ങ ഉണ്ടായിരുന്നു, ഞങ്ങൾ അതിന് വലിച്ച് കഴിച്ചു ഗൈസ്. ഞാൻ വന്നപ്പോൾ കഴിച്ചതായിരുന്നു. അത്യാവശ്യം നന്നായി പുളിപ്പുള്ള ഒരു മുന്തിരിങ്ങയാണ് ഗൈസ്. ഉള്ളിൽ നിറയെ പൂവും കൊലകളൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് എനിക്ക് ഉള്ളിൽ പോകാൻ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഉള്ളിൽ പോയി കാണിച്ചില്ല ഗൈസ്. ഇത് വന്നിട്ട് ബിന്ദുവിൻ്റെ ഫേവറേറ്റ് ചെടിയാണ്, കൊയ്യാക്കയാണ്. വരുന്നേ ഉള്ളൂ ഗൈസ്. ഇത് വലുതായാണ് കായ്ക്കാറ്. ഇപ്പോൾ ഇത് ചെറിയ ചെടിയാണ്, കുരു തുപ്പിയപ്പോൾ മുളച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈക്കിൻ്റെ സീ യു.